ആനി കരഞ്ഞുകൊണ്ട് അമ്മയുടെ കൈ മുറുകെ പിടിച്ചു. അമ്മേ, എനിക്ക് എന്തിനാണ് ഇത്ര വേദന? അവൾ ഭയത്തോടെ ചോദിച്ചു. സോഫിയ മകളുടെ നെറ്റിയിൽ തലോടി. ഒന്നുമില്ല മോളെ, ഇവിടെ ഡോക്ടർ നിന്നെ പരിശോധിക്കും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു. ആശുപത്രിയിലെ മറ്റു രോഗികൾ ഈ ദൃശ്യം കരുണയോടെ നോക്കി. ചിലർ പരസ്പരം മന്ത്രിച്ചു. നേഴ്സ് ആനിയെ സ്ട്രക്ചറിൽ കിടത്തി പരിശോധനാ മുറിയിലേക്ക് കൊണ്ടുപോയി. സോഫിയ ഒരു നിമിഷം പോലും മകളുടെ കൈവിട്ടില്ല. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ മകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. അപ്പോൾ ഡോക്ടർ ലീന മുറിയിലേക്ക് കയറി വന്നു. അവർ ശാന്തയും ആത്മവിശ്വാസമുള്ളവളുമായിരുന്നു. നിന്റെ പേര് ആനി അല്ലേ? എന്താണ് പ്രശ്നം? പറഞ്ഞതാ, ലീന മൃദുവായി ചോദിച്ചു. സോഫിയ കണ്ണുകൾ നിറഞ്ഞ് വിവരിച്ചു. ഡോക്ടർ, എൻ്റെ മകൾക്ക് മണിക്കൂറുകളായി വയറിനു താഴെ വേദനയാണ്. എത്ര ശ്രമിച്ചിട്ടും കുറഞ്ഞില്ല. എന്തു ചെയ്യണമെന്ന് അറിയില്ല. ലീന ശ്രദ്ധയോടെ കേട്ടു. അവളെ ഇവിടെ കൊണ്ടുവന്നത് ശരിയായ തീരുമാനമാണ്. ഇപ്പോൾ ഞാൻ പരിശോധിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. ആനിയോട് ലീന പറഞ്ഞു. മോളെ, ഞാൻ വളരെ ശ്രദ്ധയോടെ പരിശോധിക്കും. എന്തെങ്കിലും വേദന തോന്നിയാൽ പറയണം. ലീന പരിശോധനകൾ ആരംഭിച്ചു. മുറിയിൽ നിശബ്ദത. ലീനയുടെ കയ്യുറയുടെ ശബ്ദം പോലും ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ലീനയുടെ മുഖം മാറി. അവർ എന്തോ കണ്ടു. ആനിയുടെ ശരീരത്തിൽ ഒരു ചെറിയ ചലനം.